സെവൻത്ത് സ്റ്റാൻഡേർഡിലെ ഹിന്ദി മൂന്നാമത്തെ ലെസൺ ബാരിഷ് കെ ബാദ്. അപ്പോൾ അത് നമുക്കിന്ന് പഠിക്കാം. ബാരിഷ് കെ ബാദ് എന്താണത്? ബാരിഷ് എന്ന് വെച്ചാൽ മഴ. ബാദ് മീൻസ് ശേഷം, മഴയ്ക്ക് ശേഷം. കനക് ശശി എഴുതിയ ബാരിഷ് കെ ബാദ് എന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ബാരിഷ് കെ ബാദ് സബി കുച്ച് धुला धुला नया नया सा लगने लगा था. ബാരിഷ് കെ ബാദ് മഴയ്ക്ക് ശേഷം, സഭി കുഷ് എല്ലാം, ധുല ധുല നനഞ്ഞ്, നയാ നയാസ പുതിയതുപോലെ, ലഗ്നെ ലഗാത തോന്നിക്കും അല്ലേ, തോന്നി. മഴയ്ക്ക് ശേഷം മഴവെള്ളമൊക്കെ വീഴുന്ന എല്ലാ അഴുക്കുകളും പോയപ്പോൾ എല്ലാ മരങ്ങളായാലും ചെടികളും എല്ലാ സ്ഥലവും എന്താണ്, കുറച്ച് പുതിയതുപോലെ തോന്നി. छरे अमलतास के फूल गीली मिट्टी के कारण और अधिक पीले लग रहे थे. छरे अमलतास के फूल, അമൽത്താസ് എന്ന് വെച്ചാൽ കണിക്കൊന്ന പൂവ്. ചരേ അമൽത്താസ് കെ ഫൂൽ തറയിൽ വീഴ്ന്നു കിടക്കുന്ന, അമൽത്താസ് കെ ഫൂൽ കണിക്കൊന്ന പൂവ്, ഗീലി മിട്ടി കെ കാരൻ, ഗീലി മീൻസ് നനഞ്ഞ, മിട്ടി കെ കാരൻ മണ്ണ് കാരണം, നനഞ്ഞ മണ്ണ് കാരണം, ഔർ അധിക പീലേ ലഗ് രഹേദേ കുറച്ചും കൂടി, പീല, പീല മീൻസ് യെല്ലോ കളറാണ്, ഔർ അധിക കുറച്ചും കൂടി, പീലേ മഞ്ഞ കളറായിട്ട്, ലഗ് രഹേദേ തോന്നുന്നു. അതായത് മണ്ണ്, നനഞ്ഞ മണ്ണിൽ കിടക്കുന്ന പൂക്കൾ, കണിക്കൊന്ന പൂക്കൾ കുറച്ചും കൂടി മണ്ണിൽ, നനഞ്ഞ മണ്ണിൽ കിടക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി മഞ്ഞ കളർ പോലെ തോന്നുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഖാസ് കി നോക്കോം പർ ടഹരി പാനി കി ബൂന്തേം കഭി ബി ഫിസൽനെ കോ ഥീം. ഖാസ്, ഖാസ് മീൻസ് പുല്ല്, പുല്ലിൻ്റെ, നോക്കോം അഗ്രത്ത്, അറ്റത്തുള്ള, ടെഹരി പാനിക്ക് ബൂന്തിയും അവിടെ തങ്ങി നിൽക്കുന്ന, ടെഹരി എന്ന് വെച്ചാൽ എന്താണ്, തങ്ങി നിൽക്കുന്ന, പാനിക്ക് ബൂന്തിയും മഴത്തുള്ളികൾ, കബീബി എപ്പോൾ വേണമെങ്കിലും, ഫിസലിനെ കൊതി തെന്നി വീഴാനായിട്ട് നിൽക്കുന്നത് പോലെയാണ് നിൽക്കുന്നത്. അവിടെ മഴത്തുള്ളികൾ പുല്ലിൻ്റെ തുമ്പിൽ ഇരിക്കുന്നത്. ബൂന്തെന്ന് വെച്ചാൽ എന്താണ്, മഴത്തുള്ളികൾ. ബാരിഷ് കാ അഗലാ ദൗർ ശുരു ഹോനെ സെ പെഹ്ലെ चिड़ियों ने अपनी ज़रूरी काम निपटाने की भागम भाग और ചില്ലപ്പവും മച്ചാ രഹി थी. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബാരിഷ്ക മഴയുടെ, അഗലാ ദൗർ അടുത്ത ഘട്ടം, ശുരു ഹോനേസെ പെഹലെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ചിടിയോം പക്ഷികൾ, അപ്നെ ജരൂരി കാം തങ്ങളുടെ അത്യാവശ്യമായ ജോലികൾ, നിപ്പട്ടാനേക്ക്, നിപ്പട്ടാന എന്ന് വെച്ചാൽ പൂർത്തിയാക്കാൻ ചെയ്ത് തീർക്കുന്നതിന് വേണ്ടി, ഭാഗം ഭാഗ് തിടുക്കത്തിൽ, എന്താണ്, ചില്ലമ്പോ മച്ചാരഹീതി ബഹളം വെച്ച്, അതായത് പക്ഷികൾ ഉറക്കെ ചിലച്ചുകൊണ്ട്, അതായത് ബഹളം വെച്ചുകൊണ്ട് അങ്ങനെ പറന്നു പോവുകയാണ്. അവരുടെ ജോലികൾ അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാം ചെയ്തു തീർക്കണം എന്ന ഇതിനു വേണ്ടി അത് ഇങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറന്നു പോകുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഹവാമേം അടുക്കി പാനിക്ക് കുച്ച് ബൂന്തേം ഗുഡ്ലി കെ ചെഹരെ സെ ടകരാ രഹി ഥി. ഹവാമേ അടുക്കി പാനി, ഹവ അന്തരീക്ഷത്തിൽ, അടക്കി പാനി തങ്ങി നിന്ന്, വെള്ളത്തിൻ്റെ, കുച്ച് ബൂന്തേം കുറച്ചു തുള്ളികൾ, ഗുഡ്ലി കെ ചെഹരെ സെ ടകരാ രഹി ഥി ഗുഡ്ലിയുടെ മുഖത്ത്, ചെഹര എന്ന് വെച്ചാൽ മുഖത്ത്, ടകരാ രഹി ഥി വെള്ളത്തുള്ളികൾ വന്നു വീഴുന്നു എന്നുള്ള അർത്ഥമാണ്. ഗുഡ്ലി അപ്നെ ദോസ്ത് ഗുഡ്ഡു കെ സാത്ത് കുച്ച് ജരൂരി കാം മേ ലഗി ഥി. ഗുഡ്ലി തൻ്റെ ദോസ്ത് കൂട്ടുകാരൻ, ആരാണ്, ഗുഡ്ഡു, ഗുഡ്ഡുവിൻ്റെ കൂടെ, ഗുഡ്ഡു കെ സാത്ത് എന്ന് വെച്ചാൽ ഗുഡ്ഡുവിൻ്റെ കൂടെ, കുച്ച് ജരൂരി കാം മേ ലഗി ഥി കുറച്ച് അത്യാവശ്യമായിട്ട് എന്തോ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. വേ ദോനോം ഏക് ബർസാത്തി നാലേ മേ ഖടേ ഥേ. അവർ രണ്ടുപേരും, ഗുഡ്ലിയും ഗുഡ്ഡുവും രണ്ടുപേരും, ഏക് ബർസാത്തി നാലേമേം ഒരു തോട്ടിൽ, ഖടേ ഥേ നിൽക്കുകയായിരുന്നു. പാനി ഉൻകെ ഘുട്നെ ഛൂ രഹത വെള്ളം എത്രയുണ്ടായിരുന്നു ആ തോട്ടിൽ? അവരുടെ ഘുട്ന, ഘുട്ന എന്ന് വെച്ചാൽ കാൽമുട്ടിൻ്റെ അതുവരെ വെള്ളമുണ്ടായിരുന്നു.
दोनों പത്തേ കി നൗ തൈരാനെ കി കോശിഷ് കർ രഹേ തെ. രണ്ടുപേരും പത്തേ കി നൗ ഇല കൊണ്ടുണ്ടാക്കിയ ഒരു വള്ളം തൈരാനെ കി കോശിഷ് അതിനെ എന്താണ് തുഴഞ്ഞു വിടുന്നതിനുള്ള കോശിഷ് കർ രഹേ തെ അതിനുള്ള ശ്രമത്തിലായിരുന്നു. അതെങ്ങനെയാണ് ആ വള്ളം തുഴഞ്ഞു വിടാം അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. एक चींटा कोसम के पेड़ पर रहने वाला एक लाल काला कीड़ा और एक कछुआ और एक केचुआ. കച്ചുവയല്ല കേച്ചുവ. അപ്പോൾ എന്താണ് ഏക്ക് ചീണ്ട എന്ന് മീൻസ് ഒരു ഉറുമ്പ്. കോസം കെ പേട് പർ രഹനെ വാല ഏക്ക് ലാൽ കാല കീട. കോസം മരത്തിൽ ജീവിക്കുന്ന ഒരു പ്രാണിയാണ്. ചുവപ്പും കറുപ്പും നിറം കലർന്ന ഒരു പ്രാണി. ഓർ ഏക്ക് കേച്ചുവ എന്ന് വെച്ചാൽ മണ്ണീര. തീൻ സവാരിയാം ബൈഠക് ചുക്കി തീ. ഈ 3 യാത്രക്കാരും അതിൽ ഇവർ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ഒരു വള്ളം ഉണ്ടാക്കി ഇങ്ങനെ ഇല വള്ളം പോലെ ആക്കിയിട്ട് അതിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. തബി ഗുഡ്ഡു കോ ഏക്ക് ചോട്ടാ മേഢക് ദിഖ. തബി അപ്പോൾ ഗുഡ്ഡു ഏക്ക് ചോട്ടാ മേഢക് ദിഖ ഒരു കുഞ്ഞു തവളയെ കണ്ടു. ഉസ്നെ തൈ കർ ലിയ कि इसे भी नाव पर चढ़ाना है. ഉസെ തൈ കർ ലിയ അവൻ തീരുമാനിച്ചു എന്താണ് ഇസെ ബി നാവ് പർ ചടാന ഹെ ഇതിനെയും കൂടെ പിടിച്ച് ഈ വള്ളത്തിൽ കയറ്റാം. പർ മേഢക് കോ പകഡ്ന ആസാൻ നഹീന്ത. പക്ഷേ തവളയെ പിടിക്കുക ആസാൻ നഹീന്ത എളുപ്പമല്ലായിരുന്നു. ഗുഡ്ഡു ബാർ കോശിഷ് കർത്ത. ഗുഡ്ഡു വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു തവളയെ പിടിക്കാൻ. മേഢക് ബാർ ഉഛൽ ജാത്ത. ഓരോ തവണയും മേഢക് തവള ഉഛൽ രഹാത എന്ത് ചെയ്തു ചാടി പോയി. गुड्डू को यूं फुदकते देख गुडली हंस जा रही थी. गुड्डു को यूं फुदक देख. ഈ ഗുഡ്ഡു തവളെ പിടിക്കാൻ ചാടി പോകുന്നത് കണ്ട് ഗുഡ്ലിക്ക് ഹാസ് ജാ രഹി थी. ഗുഡ്ലി ചിരിക്കുകയാണ്. ജൈസെ തൈസെ മേഢക് ഗുഡ്ഡു കി ഹഥേലിയോ മേം ആ ഹി ഗയ. ജൈസെ തൈസെ എങ്ങനെയൊക്കെയോ മേഢക് തവള ഗുഡ്ഡു കി ഹഥേലിയോ മീം ഗുഡ്ഡുവിൻ്റെ കൈകളിൽ ആഹി ഗയ ഗുഡ്ഡു പിടിച്ചു ആ തവളയെ അതാണ് പറയുന്നത്. ഗുഡ്ഡുവിനെ ഗുഡ്ലി കഹ. ഗുഡ്ലിയോട് പറഞ്ഞു ദേഖ് നോക്കൂ മേ ജൈസെ ഹി ഇസെ നൗമേ രഖൂ. ഞാൻ ഈ തവളയെ പിടിച്ച് ആ വള്ളത്തിലോട്ട് വെക്കും. ആ ഇല കൊണ്ടുണ്ടാക്കിയ വള്ളത്തിലോട്ട് വെക്കുമ്പോൾ തൂ നൗ ചോട് ദേന നീ ആ വള്ളം വിടണം കേട്ടോ എന്ന് പറയാണ്. ഗുഡ്ലിനെ ഹസ്തേ ഹുയെ ഹാമി മീൻ സർ ഹിലായ. ഗുഡ്ലി ചിരിച്ചുകൊണ്ട് ആ ശരി എന്നർത്ഥത്തിൽ തലയാട്ടി. ഗുഡ്ഡുവിനെ ഗിന 1 2 3 और മേഢക് കോ നാവ് മേം ബിഠാ ദിയ. ഗുഡ്ഡു എണ്ണി തുടങ്ങി 1 2 3 അങ്ങനെ എണ്ണിയിട്ട് മേഢക് കോ നാവ് മേം ബിഠാ ദിയ തവളയെ ആ വള്ളത്തിൽ പിടിച്ചിരുത്തി. ഗുഡ്ലിനെ നാവ് ചോട് ദി. ഗുഡ്ലി എന്ത് ചെയ്തു ആ വള്ളത്തെ പിടിവിട്ടു. അപ്പോൾ ആ വെള്ളം അങ്ങ് പോവുകയാണ്. നാവ് പാനി കെ സാത്ത് തേസി സേ ബഹ് രഹി ഥി. നാവ് വള്ളം പാനി കെ സാത്ത് ഒഴുക്കല്ലേ ആ തോട്ടിലെ ഒഴുക്ക് വെള്ളം ആ വെള്ളത്തിൻ്റെ കൂടെ തേസി സേ സ്പീഡിൽ വേഗത്തിൽ ബഹ് രഹി ഥി അങ്ങനെ ഒഴുകി പോവുകയാണ് വള്ളം. ഗുഡ്ഡു ഔർ ഗുഡ്ലി ദോനോ ബഹുത്ത് ഖുഷ്. ഗുഡ്ഡുവും ഗുഡ്ലിയും വളരെ സന്തോഷത്തോടുകൂടി ഇത് നോക്കി നിൽക്കുകയാണ്. പർ ധോടി ദൂർ ജാത്തേ ഹി. പക്ഷേ ധോടി ദൂർ കുറച്ചു ദൂരം ജാത്തേ ഹി കുറച്ചു ദൂരം പോയപ്പോഴേക്കും ഏക് സവാറിനെ ഒരു യാത്രക്കാരൻ പാനി മേം ഛലങ് ലഗാ ദി. ഒരു യാത്രക്കാരൻ എന്ത് ചെയ്തു വെള്ളത്തിലോട്ട് ഛലാങ് ലഗാദി ചാടി വെള്ളത്തിലോട്ട് എടുത്ത് ചാടി. ആരാണ് ചാടിയത് തവളയാണ് അല്ലേ. ഉസ്കി ഛലങ് സേ നാവ് ഹിച്ചൽ കോലെ ഘാത്തെ ഘാത്തെ പലട്ട് ഗൈ. ഉസ്കി ഛലാങ് സേ അവൻ്റെ ആ ചാട്ടം കാരണം നാവ് ഹിച്ച് കോലെ ഘാത്തെ അതായത് വള്ളം കുലുങ്ങി പലട്ട് ഗൈ വള്ളം കമിഴ്ന്നു. അപ്പോൾ തവള എടുത്ത് ചാടിയത് കൊണ്ട് ആ വള്ളം കുലുങ്ങി വള്ളം എന്ത് ചെയ്തു മറിഞ്ഞുപോയി.
गुड्डू और गुडली सांस धामे अपनी नाव को देख रहे थे. ഗുഡുവും ഗുഡലിയും സാസ് ദാമെ ശ്വാസമടക്കിക്കൊണ്ട് തങ്ങളുടെ വള്ളത്തെ നോക്കിക്കൊണ്ടിരുന്നു. പതാ നഹി സവാരോं का क्या होगा, അറിയില്ല അതിലെ യാത്രക്കാർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. തബി ചീണ്ട പാനിമേ തൈർക്കർ ഏക് ടഹനി കി തരഫ് ജാത്ത ദിഖ, അങ്ങനെ നോക്കിയപ്പോഴാണ് ചീണ്ട ഉറുമ്പ് പാനിമേ തൈർക്കർ വെള്ളത്തിൽ നീന്തി ഏക് ടെഹനി കി തരഫ് ജാത്ത, ഒരു മരക്കൊമ്പ് അവിടെ കിടക്കുന്നു അതിലോട്ട് കയറിപ്പോകുന്നത് കണ്ടു. കേച്ചുവ പാനി കെ അന്തർ കഹി ചല ഗയ, മണ്ണിരയോ വെള്ളത്തിൻ്റെ അടിയിൽ എവിടെയോ പോയി. ബസ് കോസം കെ പേട് കെ ലാൽ കാലെ കീടേ കാ കോയി പത്ത നഹീന്ത, കോസം മരത്തിലെ ആ ജീവിയുണ്ടല്ലോ, ഒരു ചുമപ്പും കറുപ്പും കലർന്ന ഒരു പ്രാണി, അതിനെക്കുറിച്ച് മാത്രം ഒരറിവുമില്ല, അതിനെ കാണാനില്ല. ഗുഡ്ഡു ഔർ ഗുഡ്ലി ഉലട്ടി ബഹത്തി നാവ് കെ പീछे ഭാഗെ, അവർ രണ്ടുപേരും ഓടിച്ചെന്ന് മറിഞ്ഞു കിടക്കുന്ന ആ വള്ളത്തിനെ പതുക്കെ പൊക്കി നോക്കി. ഔർ തബി നാവ് കെ നീച്ചെ സെ കീടേ കാ കാലാ മുഹ് ദിഖായി ദിയ, അപ്പോഴാണ് ആ മറിഞ്ഞു കിടക്കുന്ന വള്ളത്തിൻ്റെ അടിയിൽ ആരുണ്ട്, ആ പ്രാണി അവിടെ കിടക്കുന്നത് കണ്ടു. ഗുഡ്ലീനെ ആഹിസ്തെ സെ, ഗുഡ്ലി പതുക്കെ, ആഹിസ്ത മീൻസ് പതുക്കെ, ഉസെ ഉഠായ അതിനെ കയ്യിലെടുത്തിട്ട്, കോസം കെ പേട് കി പത്തിയോം പർ, കോസം മരത്തിൻ്റെ ഇലകളിൽ ചോടുതിയ കൊണ്ടുവിട്ടു, ആ കോസം മരത്തിലെ ഇലകൾക്കിടയിൽ കൊണ്ടുവിട്ടു. ഗുഡ്ലി അബി കീടേ കോ ജാത്തെ ഹുവേ ദേഖ് ഹി രഹി ദി, ഗുഡ്ലി എന്ത് ചെയ്യുന്നു, ആ പ്രാണി അങ്ങനെ മരത്തിൽ കയറിപ്പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഗുഡുവിനെ ആവാസ് ദി, അപ്പോൾ ഗുഡു വിളിക്കുകയാണ്, ദേ ഗുഡ്ലി, നോക്കൂ ഗുഡ്ലി, ഗോകുൽ ഗയ്യ, നോക്കൂ ഗോകുൽ ഗയ്യ. ഈ ഗോകുൽ ഗയ എന്ന് പറയുന്നത് മഴക്കാലത്ത് അവിടെ ആ സ്ഥലങ്ങളിൽ കാണുന്ന ഒരു ചുവന്ന കളറിലുള്ള ഒരു പ്രാണിയാണ്. കിത്നി സുന്ദർ മഖ്മലി ലാൽ രംഗ് കി കീടി ഹോത്തി ഹെ ഗോകുൽ ഗയ, ഗോകുൽ ഗയ എത്ര മനോഹരമായ സുന്ദരമായ നല്ല രസമുള്ള ഒരു ചുമന്ന കളറിലുള്ള ഒരു പ്രാണിയാണ് എന്നവർ പറയുകയാണ്. ബാരിഷ് കെ അലാവ ഓർ കിസി മൗസം മേ ദിഖ്തേ ഹി നഹി, അപ്പോൾ അവർ പറയാണ് ഈ ഗോകുൽ ഗായ് എന്താണ്, ഗോകുൽ ഗായ് ഈ മഴ സമയത്ത് മാത്രമേ കാണുകയുള്ളൂ, വേറെ ഒരു സീസണിലും ഒരു കാലാവസ്ഥയിലും അത് കാണത്തേയില്ല. ഗുഡ്ലി ഔർ ഗുഡു ഗോകുൽ ഗായോं को एक मैचेस की डिब्बी में इकट्ठा करके स्कूल में दोस्तों को दिखाते थे. ഗുഡ്ലിയും ഗുഡുവും ഗോകുൽ ഗായും എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് റെഡ് കളറിലുള്ള ആ പ്രാണികളെ ഏക മാച്ചസ് കി ഡിബ്ബേമേം, ഒരു തീപ്പെട്ടി കൂടിനുള്ളിൽ ഇക്കട്ടാ കറക്കി അതിൻ്റെ അകത്ത് പറക്കി വെച്ചിട്ട്, സ്കൂൾ മേം ദോസ്തോ കോ ദിഖാത്തെ थे, സ്കൂളിൽ കൊണ്ടുപോയി അവരുടെ ഫ്രണ്ട്സിനെല്ലാം കാണിക്കുമായിരുന്നു. യഹ് സബ് സോച്ച്തേ ഹുയേ ഗുഡ്ലി ഛട്ട് സേ ഭാഗി, ഇതെല്ലാം ഓർത്തുകൊണ്ട് ഗുഡ്ലി അവിടെ നിന്നും ഓടി. ഗുഡു ചാന്ദിനി തലേ ഘടാത, ഗുഡു ചാന്ദിനി തലേ, അതായത് നമ്മൾ നന്ദ്യാർ വട്ടം എന്നൊക്കെ പറയും മലയാളത്തിൽ, ആ മരത്തിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു ഗുഡു. ഗുഡ്ലി ചാന്ദിനി കെ തലേ ജാക്കർ ഗോകുൽ ഗായ്ക്കോ ഡോണ്ടെ ലഗി, ഗുഡ്ലി ആ നന്ദ്യാർവട്ടം ചെടിയുടെ അടുത്ത് പോയിട്ട് എന്താണ് ഗോകുൽ ഗായ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു പ്രാണിയെ നോക്കുകയാണ്, അതെവിടെ ഉണ്ടെന്നൊക്കെ അന്വേഷിക്കുകയാണ്. തബി ഗുഡുവിനെ, അപ്പോൾ ഗുഡു എന്ത് ചെയ്തു, ചാന്ദിനിക്ക് പേട് കോ സോർ സെ ഹിലാ ദിയ, ആ മരത്തിൻ്റെ കൊമ്പിനെ പിടിച്ച് നല്ലോണം കുലുക്കി. पेड़ की पत्तियों और फूलों पर ठहरा हुआ सारा पानी गुडली के ऊपर गिर गया. പേട് की പത്തിയും, ആ മരത്തിൻ്റെ ഇലകളിലും പൂക്കളിലും എല്ലാം തങ്ങി നിന്നിരുന്ന മഴവെള്ളം ഗുഡ്ലിക്ക് ഊപ്പർ ഗിരാദിയ, ഗുഡ്ലിയുടെ പുറത്തെല്ലാം വീഴുന്നു. വഹ് തരബദർ ഹോഗയെ, അവൾ നല്ലോണം നനഞ്ഞു. ഗുഡു ഭാഗത്ത ജാരഹത, എന്നിട്ട് ഗുഡു എന്ത് ചെയ്തു, അവിടെ നിന്നും ഒറ്റ ഓട്ടം. ഔർ ഹസ്ത ജാരഹത, ചിരിച്ചുകൊണ്ടാണ് അവൻ, ഹസ്ന മീൻസ് ചിരിക്കുക, ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്നും ഓടിപ്പോയത്.
ഗുഡ്ലി ജോർ സെ ചില്ലാക്കർ ഉസ്കാ പീച്ച കർ രഹി ഥി. ഗുഡ്ലി ഉറക്കെ വിളിച്ചുകൊണ്ട് അവൻ്റെ പുറകെ ഓടുകയാണ്, ഗുഡ്ഡുവിൻ്റെ പുറകെ ഓടുകയാണ്. ഇസി ഭാഗ്ദോഡ് മേം, ഈ ഓട്ടത്തിനിടയിൽ ഗുഡ്ഡു ഫിസ്ല, ഗുഡ്ഡു ചറക്കിയിട്ട് ഔർ ജാക്കർ കീച്ചഡ് മേം ദം സെ ഗിർ ഗയ, ചെളി വെള്ളത്തിൽ അങ്ങ് വീഴുന്നു. അബ് കീച്ചഡ് മേം സരാബോർ ഗുഡ്ഡു, ഈ ചെളിയെല്ലാം ദേഹത്തായ ഗുഡ്ഡു അവൻ അപ്പോഴെന്ത് ചെയ്യാണ്, ഹസ് രഹാദ, അവിടെ കിടന്ന് ചിരിക്കുകയാണ്. ഓർ ഗുഡ്ലി ബി, ഗുഡ്ലിയും കൂടെ ചിരിക്കുന്നു. അതോടുകൂടി ഈ ലെസൺ തീരുകയാണ്.